ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിന്ദഗി കാ സഫർ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ചാപ്റ്ററിന്റെ പേര് ജിന്ദഗി കാ സഫർ എന്നാണ്. ജീവിതത്തിന്റെ യാത്ര. ഈ ചാപ്റ്ററിൽ 3 ഹൈക്കുകളുണ്ട്. ഹൈക്കു എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് കവിതകളാണ്, വളരെ ചെറിയ കവിതകളാണ്. ഇതിൽ 3 വരികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 3 വരി ഉണ്ടായാൽ മാത്രം പോരാ, വേറെ റൂൾസും ഉണ്ട്. ആദ്യത്തെ ലൈനിൽ 5 അക്ഷരങ്ങളെ പാടുള്ളൂ, രണ്ടാമത്തെ ലൈനിൽ 7 അക്ഷരങ്ങളും, മൂന്നാമത്തെ ലൈനിൽ വീണ്ടും 5 അക്ഷരങ്ങളുമാണ് ഉണ്ടാവുക. ട്രഡീഷണലി ഇത് ജാപ്പനീസിലാണ് എഴുതുന്നതെങ്കിലും ഇപ്പോൾ ഹിന്ദിയിലും എഴുതുന്നുണ്ട്. അങ്ങനെയുള്ള 3 ഹൈക്കുകളാണ് നമുക്ക് ഈ ലെസണിൽ ആദ്യത്തെ ഹൈക്കു നോക്കാം. ഇത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ സുരംഗ്മ യാദവ് ആണ്. ഹൈക്കു നോക്കണേക്കാൾ മുമ്പ് നമുക്ക് ആദ്യം ഡോക്ടർ സുരംഗ്മ യാദവിനെ പറ്റി ഒന്ന് നോക്കാം. डॉक्टर सुरंगमा यादव का जन्म उत्तर प्रदेश में हुआ. डॉक्टर सुरंगमा यादव ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. यादों की पंछी, भाव प्रकोष्ठ, गाएगी सदी आदि उनके प्रसिद्ध हाइकू संग्रह हैं. यादों के पंछी, भाव प्रकोष्ठ, गाएगी सदी ഇതൊക്കെ ഡോക്ടർ സുരംഗ്മ യാദവിൻ്റെ പ്രസിദ്ധമായ ഹൈക്കു സമാഹാരങ്ങളാണ്. രാംദാരി സിംഗ് ദിനകർ പുരസ്കാർ से वे सम्मानित हैं. അദ്ദേഹത്തിന് രാംദാരി സിംഗ് ദിനകർ പുരസ്കാർ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് 19 ജൂൺ 1970 19 ജൂൺ 1970. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹൈക്കു നോക്കാം. സൂഖ യാ ബാൾ, സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. സൂഖ എന്ന് പറഞ്ഞാൽ വരൾച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ബാഡ് എന്ന് പറഞ്ഞാൽ ഫ്ലഡാണ്. അപ്പോൾ വരൾച്ചയാണെങ്കിലും പ്രളയമാണെങ്കിലും സാഹബ് എന്ന് പറഞ്ഞാൽ പൈസക്കാരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം, വീടിൻ്റെ മുമ്പിലുള്ള മുറ്റം, സാഹബിൻ്റെ വീട്ടുമുറ്റം. സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് അർത്ഥം. ഫുഹാർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡ്രോപ്സ് എന്നാണ് അർത്ഥം, നനവുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ വരൾച്ചയാണെങ്കിലും പ്രളയമാണെങ്കിലും പൈസയുള്ളവൻ്റെ വീട്ടുമുറ്റത്ത് എപ്പോഴും നനവുണ്ടാവും. പ്രളയത്തിൻ്റെയോ അല്ലെങ്കിൽ വരൾച്ചയുടെയോ ഒക്കെ ബുദ്ധിമുട്ടുകൾ അവർക്ക് സഹിക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഹൈക്കു ആരുടെയാണെന്ന് നോക്കാം. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. നമുക്ക് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മനെ പറ്റി നോക്കാം. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ का जन्म उत्तर प्रदेश के अलीगढ़ में हुआ. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ജനിച്ചത് ഉത്തർപ്രദേശിലെ അലിഗഡിലാണ്. वे श्री वार्ष्णेय पोस्ट ग्रेजुएट कॉलेज अलीगढ़ के हिंदी विभाग में रीडर थे. അദ്ദേഹം ശ്രീ വാർഷ്ണേയ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജ് അലിഗഡിലെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലെ റീഡറായിരുന്നു. സർഹദോനെ ജബ് പുകാര, മോത്തി കച്ചെ ധാഗെ മേ, കാഫിലെ റോഷ്നി കെ, മെഹके हर सिंगार आदि उनकी प्रमुख कृतियाँ हैं. सरहदों ने जब पुकारा, मोती कच्चे धागे में, കാഫിലെ റോഷ്നി കെ, മെഹക്കെ ഹർ സിംഗാർ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ്. അദ്ദേഹം ജനിച്ചത് 4 ഡിസംബർ 1932 4 ഡിസംബർ 1932. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹൈക്കു നോക്കാം. പിതാനെ ഢൂണ്ടി, ലാഠിയാ ബുഡാപ്പേ കി, ദീഖ്തി നഹി. പിത എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നാണ് അർത്ഥം. ഢൂണ്ട്ന എന്ന് പറഞ്ഞാൽ തിരയുക. ലാഠിയ എന്ന് പറഞ്ഞാൽ ഊന്നുവടി എന്നാണ് അർത്ഥം. ബുഡാപ്പേക്ക്, ബുഡാപ്പ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. ദീഖ്തി നഹി എന്ന് പറഞ്ഞാൽ കാണാനില്ല. ഈ ഹൈക്കുവിൻ്റെ അർത്ഥം അച്ഛൻ വയസ്സായപ്പോൾ തന്നെ സംരക്ഷിക്കാൻ ഒരു ആശ്രയം തേടി, പക്ഷെ ഒന്നും കാണാനില്ല. ആശ്രയം എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെയും ബന്ധുക്കളെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ വയസ്സായവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരെ സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ, അതൊക്കെയാണ് ഈ ഹൈക്കുവിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ഹൈക്കു എഴുതിയിട്ടുള്ളത് കമല നിഖുർപ്പ ആണ്. അപ്പോൾ നമുക്ക് അവരെ പറ്റി നോക്കാം. കമല നിഖുർപ്പ കാ ജന്മ ഉത്തരാഖണ്ഡ് മേ ഹുവ. കമല നിഖുർപ്പ ജനിച്ചത് ഉത്തരാഖണ്ഡിലാണ്. വിഭിന്ന സാഹിത്യिक पत्र पत्रिकाओं तथा काव्य संग्रहों में हाइकू, संस्मरण, കവിതായേ ആദി പ്രകാശിത് ഹേ. അദ്ദേഹത്തിൻ്റെ പല ഹൈക്കുകളും ഓർമ്മക്കുറിപ്പുകളും കവിതകളും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംപ്രതി കേന്ദ്രീയ വിദ്യാലയ മേ പ്രാചാര്യ ഹേ. അദ്ദേഹം സംപ്രതി കേന്ദ്രീയ വിദ്യാലയയിലെ പ്രിൻസിപ്പളാണ്.
ഇനി നമുക്ക് കമല നിഖുർപ്പയുടെ ഹൈക്കു നോക്കാം. ढूंढती रही ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. ढूंढന എന്ന് പറഞ്ഞാൽ തിരയുക. ബർഫീലി നഗരി, ബർഫീലി എന്ന് പറഞ്ഞാൽ മഞ്ഞു മൂടിയ, നഗരി എന്ന് പറഞ്ഞാൽ നഗരം. നേഹ് കി ആഞ്ച്, നേഹ് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. ആഞ്ച് എന്ന് പറഞ്ഞാൽ ചൂട് എന്നാണ്. ഹീറ്റ് അല്ല, വാംത്ത് ആണ്. ബർഫീലി നഗരി എന്നതുകൊണ്ട് ഹൈക്കൂവിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ചില ആളുകളുടെ മനോഭാവത്തെയാണ്. മറ്റുള്ളവരോടൊന്നും അധികം സ്നേഹമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ മനോഭാവത്തെയാണ് ഇവിടെ ബർഫീലി നഗരി എന്ന് പറയുന്നത്. അവിടെ സ്നേഹത്തിൻ്റെ ഒരു ചൂട് തിരയുകയായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.